നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്നാൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന സകല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ചു, പക്ഷേ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ഒത്തിരി ആൾക്കാരുടെ കംപ്ലൈന്റുകൾ ഒന്നാണ്, പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് ഇത് അറിയുന്നത്. നാട്ടുകാർക്ക് അറിയോ എന്നൊരു ചോദ്യമുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയും അറിയില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യേണ്ട സ്ട്രക്ചർ, നാട്ടുകാരെ എങ്ങനെ അറിയിക്കേണ്ട സ്ട്രക്ചർ എങ്ങനെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യഘട്ടത്തിൽ നിങ്ങൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്നത്, പ്രോപ്പർട്ടി കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതൊന്ന് വെട്ടി വൃത്തിയാക്കണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എന്തിനാണ്? ഒരു ബയ്യർ വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വാങ്ങാൻ തോന്നണം. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആകണം. അതേപോലെ തന്നെ ഒരു ബാറ്റ്സ്മെന്റ് പോലും ആ പ്രോപ്പർട്ടിയുടെ അകത്ത് നിന്ന് വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ പരിസരത്ത് നിന്ന് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കുഴിച്ചിട്ട് മറവ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇത് നിങ്ങൾ ആദ്യം ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിന് വഴി സൗകര്യം വേണം. വഴി സൗകര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴി വെട്ടിയിടുക. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യും. ഒരു പ്രോപ്പർട്ടിയിലേക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് വേണമെങ്കിൽ അവിടെ വഴി സൗകര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ വഴി സൗകര്യം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നമ്മൾ കണക്ട് ചെയ്യണം. എന്തിനാണ് കണക്ട് ചെയ്യേണ്ടത്? അതായത് ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിൽ നിന്ന് വളരെ വലിയ ഇൻഫർമേഷനും വളരെ വലിയ ഔട്ട്പുട്ടും സെല്ലർക്ക് കിട്ടും. അത് പ്രോപ്പർട്ടി വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ ഹെൽപ്പായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെയും ഹെൽപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെയും ഒന്നും കൂടെ വേഗത്തിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ സഹായിക്കും റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണക്ട് ചെയ്ത ശേഷം നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്ര രൂപ മുതൽ എത്ര രൂപ വരെ ലഭിക്കുമെന്ന് കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും. അത് ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ ഡീറ്റെയിൽ സ്റ്റഡി നടത്തും. അതിനുശേഷം എത്ര രൂപ മുതൽ എത്ര രൂപ വരെ ലഭിക്കുമെന്ന് കൃത്യമായി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പറഞ്ഞു തരും. അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് മാർക്കറ്റിൽ ഇന്ന് ലഭിക്കുന്നതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു കമ്മീഷൻ നമ്മൾ വാഗ്ദാനം ചെയ്യുക. എന്തിനാണ് വാഗ്ദാനം ചെയ്യുന്നത്? അതായത് മികച്ച കമ്മീഷൻ വാഗ്ദാനം ചെയ്യുമ്പോൾ കൂടുതൽ എഫേർട്ട് ഇടും നിങ്ങളുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു പ്രൊഫഷണൽ ഏജന്റ് ആണെങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങൾക്കും നെഗോഷിയേഷൻസിനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഫണ്ട് അറേഞ്ച് ചെയ്യണം. ബയ്യറെ സംബന്ധിച്ച് ഫണ്ടില്ല, ഫണ്ട് അറേഞ്ച് ചെയ്യണം. ബാങ്ക് മാനേജേഴ്സുമായിട്ട് അവർക്ക് വളരെ വലിയ കോൺടാക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വളരെ എളുപ്പത്തിൽ അവർക്ക് ലോണും കാര്യങ്ങളെല്ലാം സാങ്ഷൻ ആക്കി കൊടുക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യും, അത് പ്രോപ്പർട്ടി വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. ഇനി നെഗോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിനും പ്രൊഫഷണൽ ഏജന്റ് നിങ്ങളെ വളരെ വിദഗ്ധമായി സഹായിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായം തേടുന്നത് എന്തുകൊണ്ടും ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും. അടുത്തതായി, നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അറിയാം, നാട്ടുകാർക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ നാട്ടുകാരെ അറിയിക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി കുറച്ച് ഫോട്ടോകൾ, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഹൈ ക്വാളിറ്റി ഫോട്ടോകൾ നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ ഡ്രോൺ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയൽ ഷൂട്ട് നടത്തണം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെ കിടക്കുന്നു, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു ഏരിയൽ ഷൂട്ട്, ഡ്രോൺ മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയെ കൊണ്ട് ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് 360 ആംഗിളിൽ ഒരു വെർച്വൽ ടൂർ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയി വിശദീകരിക്കണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു വെർച്വൽ ടൂർ 360 ആംഗിൾ വെർച്വൽ ടൂർ സെറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ തയ്യാറാക്കണം. അതിൽ പ്രോപ്പർട്ടി എവിടെയാണ്, അതിന്റെ സൈസ്, അളവ്, കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അതിന് യൂണിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തണം. അതുകൂടാതെ തന്നെ പ്രോപ്പർട്ടി എന്തിനാണ് അനുയോജ്യമായി വന്നിരിക്കുന്നത്, കൊമേഴ്ഷ്യൽ പർപ്പസിനാണോ, അഗ്രികൾച്ചറിനാണോ, റെസിഡൻഷ്യൽ ആണോ, അങ്ങനെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം എന്ത് വേണ്ടത്, ആ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇൻ ഡീറ്റെയിൽ ആയി നമ്മൾ തയ്യാറാക്കേണ്ടത്.
ഇത്തരം ആക്ടിവിറ്റികൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്തല്ലോ, ഇനി ഇവ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം. എവിടെ മാർക്കറ്റ് ചെയ്യണം? അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എവിടെയാണുള്ളത് അവിടെ മാർക്കറ്റ് ചെയ്യണം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിഗ്നേച്ചർ തയ്യാറാക്കണം. റോഡിലൂടെ വരികയും പോവുകയും ചെയ്യുന്നവർക്ക് ഒരു അറിയിപ്പായിരിക്കണം ഈ സിഗ്നേച്ചർ. അപ്പോൾ അവർക്ക് കൃത്യമായി കാണത്തക്ക വിധത്തിൽ മികച്ച ഒരു സിഗ്നേച്ചർ തയ്യാറാക്കി റോഡ് സൈഡിൽ നിങ്ങൾ വെക്കണം. ഒന്ന്. രണ്ടാമത് ചെയ്യേണ്ടത് പത്രങ്ങളിൽ, പ്രമുഖ പത്രങ്ങളിൽ ക്ലാസിഫൈഡ് പരസ്യം നിങ്ങൾ ചെയ്യണം. പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പരസ്യം നിങ്ങൾ ചെയ്യണം ക്ലാസിഫൈഡ് പേജിൽ. അടുത്തതായി ചെയ്യാൻ സാധിക്കുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. അതായത് ധാരാളം ആൾക്കാരെ ഇന്ന പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുണ്ട് എന്നത് വീഡിയോ ത്രൂ അറിയിക്കുന്നു. ഇത് ഒരു പ്രൊഫഷണൽ ഏജന്റ് ആണെങ്കിൽ അവർ ചിലപ്പം ഇത് ത്രൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിരിക്കും, അവർ അത് മുഖേന മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? അവർ മാർക്കറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും ഗൂഗിളിലും ഒക്കെ പരസ്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ഇതിനും റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നിങ്ങളെ സഹായിക്കും. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ വളരെ വലിയ ഡാറ്റാബേസ് ഇവരുടെ കയ്യിലുണ്ടാകും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ. അപ്പോൾ ഇത്തരം ഡാറ്റാബേസിലോട്ട് ഇവർ മാർക്കറ്റ് ചെയ്യും, ഇമെയിൽ മാർക്കറ്റിംഗ്. ഇതും നമുക്ക് ഹെൽപ്പ് ആയിരിക്കും. എന്തുകൊണ്ട്? പ്രോപ്പർട്ടി വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ ലിസ്റ്റ് ചെയ്യണം. എവിടെയൊക്കെ? OLX-ലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും. അപ്പം ഇത്തരം ഏരിയകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് എല്ലാ ഏരിയകളിലോട്ട് എത്താനും അതേപോലെ തന്നെ പ്രോപ്പർട്ടി വളരെ വേഗത്തിൽ നമുക്ക് സെല്ല് ചെയ്യാനും ഇത്തരം മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ സഹായിക്കും. അതായത് നാട്ടുകാരറിയും നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായും കറക്റ്റ് ബയ്യർ ഇത് പിക്ക് ചെയ്യുകയും അവർ നമ്മളെ കണക്ട് ചെയ്യുകയും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ കൃത്യമായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.